ഞാനിന്ന് കാണാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം ജില്ലയായ തിരുവനന്തപുരത്തിലെ വേളി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അതെ, ഇവിടെ കണ്ടോ ബസ്. അപ്പോൾ വേളിക്ക് വരാനായിട്ട് ബസ്സുണ്ട് കേട്ടോ. എപ്പോഴും ബസ് അവൈലബിൾ ആണ്. അടുത്ത് ഞാൻ എന്ത് പറയാനാണ്, ഒരു ഇക്കോ ടൂറിസം ആണ് ഈ വേളി എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. ഇന്ന് രാവിലെ ഒരു അല്പം മഴ ഉണ്ടായിരുന്നു, ഇപ്പം മഴ കുറവുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ എൻ്റെ വിൻ വ്ളോഗിലൂടെ നമുക്ക് വേളി ഇക്കോ ടൂറിസം കാണാൻ ഞാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. എന്തായാലും ഞാനിതാ അതിൻ്റെ മുന്നിൽ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി വിശേഷം നമുക്ക് കണ്ടറിയാം. ഹലോ ഫ്രണ്ട്സ്, സുഖാണല്ലോ അല്ലേ? എന്തുണ്ട് വിശേഷം? മഴയുണ്ട് അവിടെ? ഇവിടെ ഒന്ന് രാവിലെ ഒരു ചെറിയൊരു മഴയായിരുന്നു. എന്തായാലും ഞാനിതാ വേളിയുടെ ഫ്രണ്ടിലാണ് എത്തി നിൽക്കുന്നത്. വന്ന് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് കേട്ടോ. ടിക്കറ്റ് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം വരുന്നതാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അതിനകത്തുള്ള വിശേഷം ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഒപ്പം നിങ്ങളെയും ക്ഷണിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടെ അകത്ത് വിശേഷം എന്താണെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ വരാത്തത് കൊണ്ട് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ടിക്കറ്റ് എത്രയാണെന്നോ ഒന്നും അറിയില്ല. ഒന്ന് നോക്കി ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് അകത്തോട്ട്. അപ്പോൾ ഇതേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 20 രൂപ വെച്ച്, 2 പേർക്ക് 40 രൂപയാണ് കേട്ടോ. ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെ വീഡിയോ എടുക്കാം, തമിഴ്നാട് പോയപ്പോഴാണ് ഗൂഗിൾ പേ ഇല്ലാതെ പെട്ടുപോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി വന്ന് ഇവിടുത്തെ ചേട്ടനെ കണ്ടോ? ഈ ചേട്ടന് എന്നെ ഇവിടെ വന്നപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ഞാൻ പാറയുടെ പുറത്ത് കയറിയതൊക്കെ സൂപ്പറായിട്ട് ഉണ്ടെന്നാണ് പറഞ്ഞല്ലേ കേട്ടോ, അടിപൊളിയായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാളെ എനിക്കിവിടെ കണ്ടിട്ടിട്ടുണ്ട്, വളരെ സന്തോഷം. അപ്പോൾ ചേട്ടൻ ഞങ്ങൾ എന്താ അങ്ങ് അകത്തോട്ട് പോട്ടെ, പോയി അവിടെ ഒന്ന് കവർ ചെയ്ത് തരാം. ഓക്കെ, ഇവിടെ കൊടുക്കണം അല്ലേ? അതെ. അപ്പം ഇവിടെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് സ്കൂൾ ടൈം കൂടെയാണ് കേട്ടോ. പറയാൻ ഇരിക്കാൻ വയ്യ. സ്കൂൾ ടൈം ആയതുകൊണ്ടാണ് ഇവിടെ ഒഴിഞ്ഞ് കിടക്കുന്ന, ഒരുപാട് തിരക്ക് കുറവാണ്. എന്നാലും ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമുക്കെന്തായാലും നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് നടക്കാം കേട്ടോ. എൻ്റെ ഒപ്പം എൻ്റെ വ്ളോഗിലൂടെ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് അല്ലേ നമ്മുടെ വേളി എന്ന് പറയുമ്പോൾ. പറയാണ്ടിരിക്കാൻ വയ്യ. മുമ്പ് വന്നിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഇവിടെ ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, ദയവായി പൂക്കൾ പറിക്കരുത് എന്നാണ് പറയുന്നത്. നല്ലൊരു ഗാർഡൻ ആണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി ഒരു ഗാർഡൻ തന്നെയാണ് നമ്മുടെ മുന്നിൽ. ഇതാ കണ്ടോ, ഒരുപാട് ഇതുണ്ട്. പിന്നെ ഇതൊക്കെ എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. നല്ലൊരു എക്സൈറ്റ്മെന്റ് തോന്നുന്നു എനിക്ക്. ബാക്കിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും കണ്ടോ, ഒരു ശില്പം കണ്ടോ. പക്ഷെ ഇത് എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. നോക്കിക്കേ, നല്ല രസമുണ്ടല്ലേ. ഇതെന്താണ് എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇതിനെ കുറിച്ച് എനിക്കറിയില്ല. അടുത്ത് നമ്മൾ പോകുന്ന കുട്ടികളുടെ പാർക്കിലേക്കാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വെക്കേഷൻ ടൈമിൽ വരേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ, കുട്ടികളെയൊക്കെ കാണാനൊക്കെ. ഇപ്പം കുട്ടികളില്ല, സ്കൂൾ ടൈമാണ്. ഇപ്പോൾ സ്കൂൾ തുറന്ന സമയം കൂടെ ആയതുകൊണ്ട് കുട്ടികളൊന്നും കാണാനില്ല. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളുടെ പാർക്കാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയും വെടുപ്പും ഒക്കെ ഉണ്ട്. അടിപൊളി സ്ഥലം തന്നെയാണ്. ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രം 10 വയസ്സിന് താഴെയെന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം കുട്ടികൾക്കുള്ള ഒരു പാർക്കാണ്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഇപ്പോൾ ഇവിടെ ഒരു കാവാണ് കേട്ടോ, ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്, കാവാണ്. എന്തായാലും നല്ല മഴയുണ്ട്. അങ്ങോട്ട് കാണിച്ചേ, മഴ പെയ്യുന്ന സീന് കണ്ടോ, നന്നായിട്ട് മഴയുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഒരു സ്ഥലത്ത് പോയി അല്പനേരം ഒതുങ്ങി നിന്നതിന് ശേഷം, മഴ തോർന്നതിന് ശേഷം ബാക്കി വീഡിയോസ് എടുക്കാം അല്ലേ. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നല്ല മഴയുണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി കേട്ടോ. നല്ല എന്തോന്ന് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ തന്നെയാണ് എൻ്റെ മുന്നിലൂടെ ഞാൻ കണ്ടുപോകുന്നത്. അടിപൊളി സ്ഥലമാണ്. അതെയോ, കുറേ നാളുകൊണ്ട്. അപ്പോൾ വെള്ളം ഡൗൺ ആയതുകൊണ്ട് കുറേ നാൾ ബോട്ട് സർവീസ് ഇല്ലെന്നാണ് ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പം പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ നോക്കിക്കേ.
അതിമനോഹരം തന്നെയാണത്. നോക്കി, അത് കഴിഞ്ഞ് നമ്മുടെ ഈ എന്ത് പറയാനാണ് അടുത്ത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം, കുട്ടികളുടെ ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അത് അറിയില്ല ഇന്നത്തെ വിശേഷം എന്താണെന്ന്, നമുക്ക് അവിടെ ചോദിക്കാം ഇന്ന് അത് ഉണ്ടോ ഇല്ലേന്ന്. മഴ ടൈം ആയതുകൊണ്ട് ചിലപ്പോഴേ കാണത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് അവിടെ തിരക്കി നോക്കാം. ഉണ്ടെങ്കിൽ ഞാനിന്ന് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ട്രെയിനിൽ കയറങ്ങട്ടോ. അതേ ട്രെയിൻ പാളം കണ്ടോ, അതിന് സിഗ്നലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ട്രെയിൻ ഓടുന്നതിൻ്റെ സിഗ്നലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് എത്രയും ആ കമ്പാർട്ട്മെൻറ്റിൽ എത്രയും ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അത് അത്ര അനുസരിച്ച് അവർ ട്രെയിൻ എടുക്കത്തുള്ളൂ. തിരക്കില്ലെങ്കിൽ ട്രെയിൻ എടുക്കത്തില്ല. കുട്ടികൾക്കും അത് പ്രത്യേകിച്ചുള്ളത് കുട്ടികൾക്ക് വേണ്ടിയാണ് കേട്ടോ. പിന്നെ മുതിർന്നവരെയും കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ അവിടെ പോയി അവിടെ ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. അപ്പോൾ എത്തിയിട്ടുണ്ട്. ഇന്ന് ട്രെയിൻ എടുക്കണോ ഒന്നൊന്നും അറിയില്ല. എടുക്കോ എടുക്കോ അപ്പോൾ ഇന്ന് ട്രെയിൻ എടുക്കും. മുതിർന്നവർക്ക് കയറാമല്ലോ അല്ലേ? മുതിർന്നവർക്കും കയറാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് ടിക്കറ്റ് പ്രത്യേകിച്ച് എടുക്കേണ്ടതുണ്ടോ? അവിടെ നിന്ന് പ്രത്യേകിച്ച് എടുക്കേണ്ടതുണ്ടോ? അതെയോ? അപ്പോൾ അവിടെയും ടിക്കറ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും ട്രെയിൻ എടുക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് ട്രെയിനിൽ പോവുകയാണ്. എന്തായാലും നോക്കാം. നമുക്ക് ഒരുപാട് ആൾക്കാർ വേണം. ആരെയും കണ്ടിട്ടില്ല. അടുത്ത് വീണ്ടും ചിൽഡ്രൻസ് പാർക്ക്. മുതിർന്നവർക്കൊക്കെ ഇരിക്കും. അതാ മുതിർന്നവർക്ക് ഉള്ള ഇത് തന്നെയാണ്. 2 പാർക്കുണ്ട് കേട്ടോ. കുട്ടികൾക്ക് 2 പാർക്കുണ്ട്. അപ്പം അവർ നല്ല ഉറക്കമാണ്. മഴ ടൈം തണുപ്പും കൂടെ ആയപ്പോൾ എല്ലാവരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇത് കടിക്കത്തില്ല കേട്ടോ. മനുഷ്യരുമായിട്ട് ഇണങ്ങി കിടക്കുന്നത് ആയതുകൊണ്ട് ഇത് കടിക്കത്തില്ല കേട്ടോ. ഇത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതെന്താണ് എന്നും എനിക്കറിയില്ല. ഇത് സ്കൂൾ കുട്ടികളുണ്ട് കേട്ടോ. അതോ അങ്ങനെ കാണിച്ച സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്. ഒരുപാട് പിള്ളേരുണ്ട്. ഇതേ കണ്ടോ, ഇന്ന് സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഈ റൗണ്ടിൽ കൂടെ ഇങ്ങനെ ഒന്ന് ഒളിഞ്ഞു നോക്കാൻ അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് അല്പം നേരം ഇവിടെ ഇരിക്കാന്ന് കേട്ടോ. ഇവിടുത്തെ ആ ഒരു ഭംഗി. അപ്പൊ നമുക്ക് ഈ എന്ത് പറയാനാണ്, ഈ ശംഖ് കാണുമ്പോൾ കാനായി കുഞ്ഞിരാമനെയാണ് ഓർമ്മ വരുന്നത് അല്ലേ. അദ്ദേഹത്തിന്റെ ഒരു ശില്പം, ഇത് പാവനയ്ക്കൊത്ത ഈ ശംഖ് ചെയ്ത് നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനിയും പോകേണ്ടതുണ്ട്. ഒരുപാട് ദൂരം നമുക്കിനി. ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം കൊണ്ടൊന്നും ഇത് ഇവിടുത്തെ വിഷ്വല് നിങ്ങളിൽ എത്തിക്കാൻ പറ്റുമെന്ന്. അപ്പം കുറച്ചൊക്കെ നമുക്ക് എന്ത് പറയാനാണ്, കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. ഒരുപാട് സ്ഥലം കാണാനാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് വേണ്ടി വരും. ആസ്വദിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു ദിവസം നമുക്ക് ഫുള്ളായിട്ട് വേണം. ഒരുപാട് പ്ലേസ് കാണാനായിട്ടും ഉണ്ട്. ഞങ്ങളിനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ കേട്ടോ, എൻ്റെ ഒപ്പം നിങ്ങൾ വരുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അടുത്ത സ്ഥലത്തോട്ട് പോകാവേ. അപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 2 പേർക്കും കൂടെ 100 രൂപയാണ്. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. എവിടെ വരുന്നേ? നാഗർകോവിൽ നിന്നാണോ? അപ്പം നാഗർകോവിൽ ബാച്ചാണ് ബാക്കി ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ പരിചയമാകുന്നത് അല്ലേ. എന്തായാലും നല്ല തണുത്ത കാറ്റ്. ട്രെയിനൊന്ന് മൂവ് ചെയ്തപ്പോൾ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. നല്ല കാഴ്ച കാണാൻ അതിമനോഹരം തന്നെയാണ്. പറയാണ്ടിരിക്കാൻ വയ്യ. സൂപ്പറാന്ന് കേട്ടോ. ദേ കണ്ടോ, ഏതാണ്ട് എനിക്ക് തോന്നുന്നു എത്ര കിലോമീറ്റർ, 1 കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ ട്രെയിനിന് കാഴ്ചകൾ കാണാനാണെങ്കിൽ കേട്ടോ 1 കിലോമീറ്റർ എന്തോ ഉണ്ട് ട്രെയിനിന് പോകേണ്ടതുണ്ടെന്ന് തോന്നുക. ട്രെയിനിലൂടെ ഇരുന്നുള്ള കാഴ്ചകൾ അതിമനോഹരം തന്നെയാണല്ലേ. അപ്പോൾ വേലി കടൽ കാണാനാണ് നമ്മൾ ഈ ട്രെയിനിലൂടെ പോകുന്നത്.
ആന്ധ്രയിൽ നിന്ന് വന്നവരാണ്. തെലുങ്ക് ഭാഷയാണ്, എനിക്കറിയില്ല കേട്ടോ. അവരുമായിട്ട് പരിചയമായി. അവർ എന്നെ കണ്ടപ്പോൾ എൻ്റെ വ്ളോഗ് ചോദിച്ചു. അങ്ങനെ ഞാൻ അവർക്ക് വ്ളോഗ് എൻ്റെ പേര് നെയിം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഫ്രണ്ട്സായി അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഗെയിം എന്തു പറയാനാണ്, 6 അവസരം 10 രൂപ എന്നാണ് പറയുന്നത്. എറിഞ്ഞ എള്ളിയിടാൻ ലക്കില്ലാത്ത ഞാൻ അറിയാൻ പോകുന്നില്ല. എന്തായാലും എൻ്റെ കൂടെ വന്ന ക്യാമറമാനായിട്ട് ഞാനിതാ ഈ ഗെയിം കളിപ്പിക്കുകയാണ്. പുള്ളി ഇവിടെ ബിസ്ക്കറ്റും പൗഡർ എന്തൊക്കെയുണ്ടല്ലേ, സോപ്പ്, എല്ലാ ഐറ്റവും ഉണ്ട്. ഫ്രൂട്ടി ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാത്തിനും പ്രൈസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഗെയിം എന്തായാലും ക്യാമറമാൻ തോറ്റിട്ടുണ്ട്. നമ്മളിതാ കുതിര ഇതാ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. 1 2 3 4 ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ വേണ്ട ആറ്റിങ്ങിലുള്ള കുഞ്ഞു മക്കളെ കണ്ടു കിട്ടിയിട്ടുണ്ട്. അവരെല്ലാവരും ഇന്ന് ഇവിടെ വന്നതാണോ, കാണാൻ വന്നതാണോ? സ്കൂളിൽ നിന്ന് വന്നതാണ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുവാ? പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ അതാ കണ്ടോ, എല്ലാവരും നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചിട്ട് വേറെ പിള്ളേർ നിങ്ങൾ മാത്രമാണോ? ടീച്ചർമാരും എല്ലാവരും ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഞാനും എന്ത് പറയാനാണ്, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. നിങ്ങളുടെ ഈ പ്രായത്തിൽ ഞാനും ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ ടൂർ പോയിട്ടുള്ളത് കേട്ടോ. എത്ര രൂപ നിങ്ങളെ ഫ്രീ ആയിട്ടാ? സ്കൂള് ഫ്രീ ആയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പൊ എല്ലാവർക്കും എന്റെ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും എന്റെ ഫ്രണ്ട്സിന് ഒരു ഹായ് കൊടുത്തേ. ഓക്കേടാ. അപ്പൊ പിന്നെ ഡേഞ്ചർ സോണായിട്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് വെയിലും ഉണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. അപ്പൊ നമുക്കത് അങ്ങോട്ട് എവിടെയെങ്കിലും പോകാം കേട്ടോ. കുറച്ചു നേരം അങ്ങോട്ട് പോകാം. അപ്പൊ നമുക്ക് ഇതിനപ്പുറത്ത് പോകാൻ പാടില്ല, കടൽക്ഷോഭം എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.